മൊറോക്കോ എന്ന രാജ്യത്തിന്റെ വർണ്ണമായി ഏതൊരാളുടെയും മനസ്സിലുണ്ടാവുക ചുവപ്പോ തവിട്ടു നിറമോ ഒക്കെ ആയിരിക്കും. പക്ഷെ ഇക്കാണുന്നതാണ് ഈ രാജ്യത്തിന്റെ യഥാർത്ഥ വർണ്ണം. അറ്റ്ലാന്റിക്കിനും ജിബ്രാൾട്ടറിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വടക്കൻ ആഫ്രിക്കൻ രാജ്യത്ത് നിന്നാണ് സഹാറ മരുഭൂമികളുടെ തുടക്കമെങ്കിലും പുൽമേടുകളും മലനിരകളുമാണ് മൊറോക്കോയുടെ യഥാർത്ഥ ചിത്രം. രാജ്യത്തെ നെടുകെ പുലർത്തുന്ന അറ്റ്ലസ് മലനിരകളുടെ അപ്പുറത്തു നിന്നാണ് സഹാറ മരുഭൂമി ആരംഭിക്കുന്നത്. അതേസമയം വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ദൃശ്യമനോഹരമായ മൊറോക്കൻ നഗരങ്ങളിലധികവും ഇങ്ങേ പകുതിയിലാണ്. അക്കൂട്ടത്തിൽ പലതുകൊണ്ടും വേറിട്ടു നിൽക്കുന്ന നഗരമായ ഫെസ്സിൽ നിന്നാണ് ജേണി ഈസ്റ്റിന്റെ ആദ്യത്തെ 2 എപ്പിസോഡുകൾ. മൊറോക്കോയുടെ ആദ്യത്തെ തലസ്ഥാന നഗരിയായിരുന്നു ഫെസ്. 8-ാം നൂറ്റാണ്ടിൽ സ്ഥാപിക്കപ്പെട്ട ഈ നഗരത്തിന്റെ കോട്ടയോട് ചേർന്നുള്ള റോഡിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മാരിനിദ് സാമ്രാജ്യത്തിന്റെ കാലത്താണ് ഫെസ് എന്ന നഗരത്തിന്റെ തുടക്കം. ഈ കോട്ടയുടെ അകത്തേക്ക് വാഹനങ്ങൾക്ക് പ്രവേശനമില്ല. മോട്ടോർ വാഹനങ്ങൾക്ക് വിലക്കുള്ള ലോകത്തെ ഏറ്റവും വലിയ നഗരകേന്ദ്രം കൂടിയാണിത്. ബസ്സുകളും മറ്റും കോട്ടനഗരിയുടെ പുറത്തുവരെ സഞ്ചാരികളെ കൊണ്ടുപോവാറുള്ളൂ. 1200 വർഷങ്ങൾക്ക് മുമ്പെയാണ് ഫെസ് നഗരം സ്ഥാപിക്കപ്പെടുന്നത്. പക്ഷെ അവർ ഇന്നും കാത്തുസൂക്ഷിക്കുന്ന പൗരാണികമായ തനിമയുടെ ഭാഗമാണ് ഈ ഇടനാഴികൾ. മുകളിലെവിടെയോ ഒരു ചെറിയ വിടവിലൂടെ ആകാശം കാണുന്നുണ്ട്. പക്ഷെ അത്ഭുതകരമാണ് ഈ ഇടനാഴികളുടെ ഉയരവും നിർമ്മാണ രീതിയും. അക്കാലത്തെ നഗരസങ്കല്പത്തിൽ ഒരു മനുഷ്യനും അവന്റെ കഴുതക്കും കടന്നുപോകാൻ ആവശ്യമായ വീതിയെ ഈ ഇടനാഴികൾക്ക് ആവശ്യമുണ്ടായിരുന്നുള്ളൂ. എതിരിൽ നിന്നും വരുന്നവർ മറ്റൊരു ഇടനാഴിയിലേക്ക് വഴിതിരിയുന്നിടത്ത് കാത്തു നിൽക്കേണ്ട അത്രയും കുടുസായ ഈ ഗലികളിലൂടെയുള്ള നടത്തമാണ് ഫെസിന്റെ മാസ്റ്റർ പീസ്. നഗരം മുഴുവനും നോക്കിക്കാണാനാവുന്ന ഒരു വ്യൂ പോയിന്റ് ഈ ഇടനാഴികൾ പിന്നിട്ടതിന് ശേഷം എത്തുന്ന കുന്നിന്റെ മുകളിലുണ്ട്. ഈ വഴിയിലൂടെ എതിരെ ജപ്പാൻകാരുടെ ഒരു സംഘം കൊടിയും പിടിച്ചു വരുന്നുണ്ട്. അവർക്ക് വേണ്ടി വഴിയൊഴിഞ്ഞു കൊടുക്കാൻ കുറച്ചൊന്നുമല്ല ബുദ്ധിമുട്ടേണ്ടി വന്നത്. പക്ഷെ ഒരല്പദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഇടനാഴികൾക്ക് വിസ്താരം വർദ്ധിക്കുന്നുണ്ട്. അവിടുന്ന് അങ്ങോട്ട് ഇരുവശത്തും വീടുകളും കടകളും ആൾപെരുമാറ്റവുമുണ്ട്. മൊറോക്കോക്കാരുടെ ഇഷ്ടപ്പെട്ട ബ്രെഡായ കുബ്സുമായി ഒരാൾ വീടുകളിലൂടെ വിൽക്കാൻ വരുന്നുണ്ട്. അപ്പോൾ ചുട്ടെടുത്തതാണെന്ന് തോന്നുന്നു. കൊതിപ്പിക്കുന്ന ഗന്ധമാണ് ചുറ്റിലും പരക്കുന്നത്. നഗരത്തിന്റെ കുന്നിൻ മുകളിൽ നിന്നുള്ള ആ ദൃശ്യമാണ് ഈ കാണുന്നത്. പച്ചനിറത്തിൽ എടുത്തു കാണിക്കുന്നതാണ് അൽ കറാബിയീൻ എന്ന ലോകപ്രശസ്തമായ യൂണിവേഴ്സിറ്റി. ലോകത്ത് ഇന്നുള്ളതിൽ ഏറ്റവും ആദ്യം സ്ഥാപിക്കപ്പെട്ടതും പിന്നീട് ഇന്നോളം പ്രവർത്തിച്ചു വരുന്നതുമായ സർവകലാശാലയാണിത്. ഓക്സ്ഫഡിനും ബൊളോണയ്ക്കും മുമ്പേ ക്രിസ്തുവർഷം 859 ഫാത്തിമ അൽ ഫിഹ്രി എന്ന വനിതയാണ് ഈ സർവകലാശാല പണി കഴിപ്പിച്ചത്. ആദ്യത്തെ സർവകലാശാല എന്നതിനേക്കാളേറെ പ്രാധാന്യമർഹിക്കുന്നതായിരുന്നു ഫാത്തിമ ഫിഹ്രി എന്ന വനിത ചരിത്രത്തിൽ നേടിയെടുത്ത അതുല്യമായ ഈ സ്ഥാനം. ശാസ്ത്ര, സാമ്പത്തിക, സാമൂഹിക വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന മുഖദ്ദിമ എന്ന വിഖ്യാത ഗ്രന്ഥം രചിച്ച ഇബ്നു ഖൽദൂൻ ഈ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിയും പിൽക്കാലത്ത് അധ്യാപകനുമായിരുന്നു. നഗരത്തിൽ സഞ്ചാരികളെ ആകർഷിക്കുന്ന പ്രധാനപ്പെട്ട കാഴ്ചകളിലൊന്നാണ് ഫെസ്സിലെ പുരാതന മദീന. മദീന എന്നാൽ പട്ടണത്തിന്റെ പ്രധാന മാർക്കറ്റ് എന്നാണ് മൊറോക്കോയിൽ മനസ്സിലാക്കപ്പെടുന്നത്. യൂണിവേഴ്സിറ്റിയുടെ മുഖ്യ കവാടം ഈ മാർക്കറ്റിനകത്താണുള്ളത്. ജേണി ഈസ്റ്റ് മദീനയിലെത്തിയത് പെരുന്നാളിന്റെ അവധി ദിവസങ്ങളിലായിരുന്നതുകൊണ്ട് അകത്തേക്ക് കയറി കാണാൻ കഴിഞ്ഞിട്ടില്ല. അൽ ഖറാബിയീൻ സർവകലാശാലയുടെ 14 ഗേറ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തുറക്കുന്നത് മദീനയിലേക്കാണ്. മാർക്കറ്റിലുള്ളവർക്കും വിദ്യാർത്ഥികൾക്കും പണ്ഡിതന്മാർക്കും ഒക്കെ കടന്നു വരാനായി വ്യത്യസ്തമായ ഗേറ്റുകൾ സ്ഥാപിക്കുക വഴി മനോഹരമായ ഒരു സങ്കല്പമാണ് അക്കാലത്ത് ഈ യൂണിവേഴ്സിറ്റി മുന്നോട്ട് വച്ചത്. യൂണിവേഴ്സിറ്റിയോട് ചേർന്ന മസ്ജിദിലേക്ക് വരാൻ ഭക്തർക്ക് വേണ്ടിയും പ്രത്യേക കവാടം സ്ഥാപിക്കപ്പെട്ടിരുന്നു. യൂണിവേഴ്സിറ്റിയുടെ പ്രധാന കവാടത്തിന് തൊട്ടു മുമ്പിലാണ് കൊല്ലപ്പണിക്കാരുടെ മാർക്കറ്റായ സഫാറൈൻ. വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ഉപകരണങ്ങളിൽ പലതും അക്കാലത്ത് ഈ മാർക്കറ്റിലായിരുന്നു നിർമ്മിക്കപ്പെട്ടിരുന്നത്. തയ്യൽ ജോലിക്കാരുടെയും ചായം പൂശുന്നവരുടെയും കടകളും ഇതേ മാർക്കറ്റിനോട് ചേർന്നുണ്ട്. നൂറ്റാണ്ടുകൾ പിന്നിട്ടതിന് ശേഷവും ചായം പൂശുന്നവരുടേതടക്കം സഫാരിയൻ മാർക്കറ്റിനോട് ചേർന്ന് ഈ കടകൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നുമുണ്ട്. മദീനക്ക് പുറത്ത് ബാബ് ബൗജൂദിലൂടെയും യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തിച്ചേരാനാവും. നീല നിറമുള്ള ഗേറ്റ് എന്നാണ് ബാബു ബോജുലൂദിന്റെ അർത്ഥമെങ്കിലും കവാടത്തിൽ വേറെയും വർണ്ണങ്ങൾ കാണാനാവും. അതിനോട് ചേർന്നാണ് ബുർജ് സൂദ് എന്ന പഴയ കോട്ട. സുൽത്താൻമാരുടെ കാലത്ത് നഗര നിരീക്ഷണത്തിനായി സ്ഥാപിക്കപ്പെട്ട ഗോപുരങ്ങൾ ഈ കോട്ടയുടെ മട്ടുപ്പാവിലുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിലെ അതുല്യമായ ശാസ്ത്രീയ സംഭാവനകളിൽ ഒന്ന് സ്ഥിതി ചെയ്ത ബൗ ഇനാനി മദ്രസയിലേക്ക് ബൗജുലൂദിലൂടെയാണ് എത്തിച്ചേരുക. ബഹളമയമായ ഒരു മാർക്കറ്റിനകത്താണിത്. സമീപകാലത്ത് സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളിലൂടെയും ആഫ്രിക്കൻ രാജ്യങ്ങളിലൂടെയും നടത്തിയ യാത്രകളിൽ നിന്നും ജേർണിസ്റ്റിന് തോന്നിയ സവിശേഷമായ ഒരു സമാനത ഇവിടെയും കാണാനുണ്ട്. ഈ രാജ്യങ്ങളിലെ മിക്ക നഗരങ്ങളിലും മദ്രസകളോട് ചേർന്നാണ് പ്രധാനപ്പെട്ട മാർക്കറ്റുകൾ രൂപം കൊണ്ടത്. ഫെസ്സിലേതാകട്ടെ അതുല്യമായ ഒരു നിർമ്മാണ മാതൃകയും ഒപ്പം ഇസ്ലാമിക ലോകത്തെ ശാസ്ത്ര വളർച്ചയുടെ നിർണായകമായ നാഴികക്കല്ലുകളിലൊന്നിന്റെ ജന്മസ്ഥലവും കൂടിയായിരുന്നു.
ഹൈഡ്രോളിക് സമ്പ്രദായം വഴി പ്രവർത്തിച്ച ദാറൽ മഖാന എന്ന ഘടികാരം ഇവിടെയാണ് രൂപം കൊണ്ടത്. ഒരു വലിയ ടാങ്കിൽ ശേഖരിച്ചു നിർത്തിയ ജലം കൃത്യമായ നിയന്ത്രണത്തോടെ താഴേക്ക് ഒഴുക്കിയാണ് ഈ ക്ലോക്കിൽ സമയം നിശ്ചയിച്ചിരുന്നത്. അൽ മഖാന നിലനിന്നിടത്ത് ഒരു മതിൽ മാത്രമാണ് ഇപ്പോഴുള്ളത്. സുൽത്താൻ അബു ഇനാൻ ഫാരിസിന്റെ കാലത്ത് അബു ഹസൻ ഇബിൻ അലി അഹമ്മദ് എന്നൊരാളായിരുന്നു ഈ ക്ലോക്ക് തയ്യാറാക്കിയത്. ചില നിർമ്മിതികളാണ് ചരിത്രത്തെ അടയാളപ്പെടുത്തുകയെന്നും അതിന് എത്ര തന്നെ പണം ചെലവഴിക്കേണ്ടി വന്നാലും വിഷയമല്ലെന്നും അബു ഹസനോട് സുൽത്താൻ പറഞ്ഞു അത്രേ. മാരിനിദ് സാമ്രാജ്യത്തിലെ പ്രധാനപ്പെട്ട ഭരണാധികാരികളിൽ ഒരാളായി മാറിയ ഇനാൻ ഫാരിസ് തന്നെയാണ് ഇവിടത്തെ ബൗ ഇനാനി മദ്രസയും പണി കഴിപ്പിച്ചത്. അതിശയകരമായ കൊത്തുപണികൾ കൊണ്ട് സമൃദ്ധമാണ് മദ്രസയുടെ ഉൾഭാഗം. ഇസ്ലാമിക ലോകത്തെ പിൽക്കാല കലിഗ്രഫി കലാകാരന്മാർ മാതൃകയാക്കിയ ഒരു ശൈലി തന്നെ ഇവിടെ നിന്നും തുടക്കം കുറിച്ചതായാണ് വിലയിരുത്തപ്പെടുന്നത്. മഗ്രിബി മാതൃക എന്നറിയപ്പെടുന്ന അറബി ഭാഷ എഴുത്ത് രീതിയുടേതും തുടക്കം ഈ മദ്രസയിൽ നിന്നാണ്. മുകൾ ഭാഗത്ത് കൂടുതലും മരം കൊണ്ടുള്ള കൊത്തുപണികളാണ് മദ്രസയിലേത്. കെട്ടിടത്തിന്റെ മകുടങ്ങളും അകത്തുനിന്നും നോക്കുമ്പോൾ കാണാനാവുന്ന ചിത്രപ്പണികൾ കൊണ്ട് അലങ്കൃതമാണ്. ഈ കെട്ടിടം അതിമനോഹരമായ നിരവധി ജാമിതീയ മാതൃകകളുടെ സങ്കലനമാണെന്ന് പറയലാവും. ഈ ബിൽഡിങ്ങിനകത്ത് ഏതെങ്കിലും പ്രത്യേകമായ ജാമിതീയ മാതൃക ഉണ്ടെന്ന് പറയുന്നതിനേക്കാളും ശരിയാവുക. ബാഗ്ദാദിലെയോ ഇസ്ഫഹാനിലെയോ പോലെ അതീവ സുന്ദരമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയില്ലെങ്കിലും ആഫ്രിക്കയുടെ വടക്കൻ മേഖലയിലും ജിബ്രാൾട്ടർ കടന്ന് സ്പെയിനിലേക്കും മറ്റ് യൂറോപ്യൻ നഗരങ്ങളിലേക്കും എത്തിപ്പെട്ട കാലിഗ്രഫി മാതൃകയായിരുന്നു ഇത്. പ്രത്യേകിച്ചും സ്പെയിനിലെ കൊർദോബ, ഗ്രാനഡ, സെവിയ, ടൊളിഡോ പോലുള്ള നഗരങ്ങളിലെ ഇസ്ലാമിക സാംസ്കാരിക ചിഹ്നങ്ങളിൽ ഫെസ് മാതൃകയിലുള്ള അക്ഷരമെഴുത്ത് കാണാൻ കഴിയും. ബൗ ഇനാനി മദ്രസയിൽ അക്കാലത്ത് പഠിക്കാനെത്തിയ വിദ്യാർത്ഥികളിലൂടെയാണ് പ്രധാനമായും ഈ ശൈലി ലോകമെമ്പാടും വ്യാപിച്ചത്. പണ്ഡിതന്മാരുടെയും പ്രമാണിമാരുടെയും നഗരമായാണ് അക്കാലത്ത് ഫെസ് യൂറോപ്പിൽ അറിയപ്പെട്ടിരുന്നത്. ഇസ്ലാമിക സംസ്കാരത്തിന്റെ അറിയപ്പെട്ട ഒരു കേന്ദ്രം കൂടിയായിരുന്നു ഈ നഗരം. ഖറാബിയീന്റെ ഭാഗമായ മദീനയിലെ പള്ളിയും ഫാത്തിമ ഫെഹ്രിയാണ് പണി കഴിപ്പിച്ചത്. മൊറോക്കോയിൽ പൊതുവെ നിലനിൽക്കുന്ന സമ്പ്രദായം അനുസരിച്ച് മസ്ജിദുകൾക്കകത്തേക്ക് വിശ്വാസികളെ അല്ലാതെ വിനോദസഞ്ചാരികളെ പ്രവേശിപ്പിക്കാറില്ല. അവർക്ക് കാണാനാവുന്ന രീതിയിൽ മസ്ജിദിന്റെ മുഖ്യ കവാടം തുറന്നു വെക്കുക മാത്രമാണ് ചെയ്യുന്നത്. നമസ്കാര സമയത്ത് മാത്രമാണ് വിശ്വാസികൾക്കും അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയുക. ഫോട്ടോ എടുക്കുന്നതിനോട് പൊതുവെ തന്നെ വിയോജിപ്പുള്ളവരാണ് മൊറോക്കോക്കാർ. ഈ പ്രതിസന്ധികൾക്കെല്ലാം ഇടയിലാണ് ജേർണിയിസ്റ്റിന് പള്ളിക്കകത്തേക്ക് കടക്കാൻ കഴിഞ്ഞത്. ദൃശ്യസുന്ദരമായ അതിന്റെ മെഹ്റാബ് പക്ഷേ ക്യാമറയിൽ പകർത്താനായില്ല. പള്ളിയിൽ അംഗശുദ്ധി വരുത്താനായി ഫൗണ്ടൈൻ മാതൃകയിലുള്ള ഒരു കൊച്ചുകുളം ഇവിടെയുണ്ട്. അതിലേക്കുള്ള വാട്ടർ സപ്ലൈ പോലും നമസ്കാര സമയത്ത് മാത്രമേ ഉണ്ടാവാറുള്ളൂ. സഹസ്രാബ്ദത്തിലേറെ പഴക്കമുള്ള ഈ പള്ളിയെ ബഹളമയമായ മാർക്കറ്റിൽ നിന്ന് സംരക്ഷിച്ചു നിർത്താൻ ഈ നിയന്ത്രണങ്ങൾ സഹായിക്കുന്നുണ്ടാവാം. മദീനക്കകത്തുകൂടെ നടക്കുമ്പോൾ നമുക്ക് കാണാനാവുന്ന മറ്റു മസ്ജിദുകൾക്കുമുണ്ട് ഇതുപോലുള്ള നിയന്ത്രണങ്ങൾ. അവയുടെ രൂപഭംഗിയും ഒട്ടൊക്കെ സമാനവുമാണ്. ഒരു കാലഘട്ടം മൊറോക്കോക്ക് സമ്മാനിച്ച നിർമ്മാണ മാതൃകയെ വളരെ ശ്രദ്ധയോടെയാണ് അവർ പരിപാലിക്കുന്നതെന്ന് തോന്നും. പള്ളികളിൽ മാത്രമല്ല മാർക്കറ്റിനകത്തുമുണ്ട് ഇതുപോലെ ബാക്കിയുള്ള ചില പുരാതന അടയാളങ്ങൾ. കച്ചവടക്കാർക്ക് താമസിക്കാനായി അക്കാലത്തുണ്ടാക്കിയ അതിമനോഹരമായ ചില സത്രങ്ങളും ഇവിടെയുണ്ട്. അതിശയകരമാണ് അവയ്ക്കകത്തെ മരപ്പണികൾ. ഫെസ് നഗരത്തിന്റെ ചരിത്രപ്രസിദ്ധമായ ടാനറികളെക്കുറിച്ചും ഫെസൽ ബാലിയിലെ കാഴ്ചകളെക്കുറിച്ചുമാണ് അടുത്ത എപ്പിസോഡ്. മാനവികതയുടെ പിന്നിട്ട ചരിത്രവും വിവിധ സമൂഹങ്ങളുടെ സാംസ്കാരിക സവിശേഷതകളും പരിചയപ്പെടുത്തുന്ന ജേർണിസ്റ്റ് യാത്രകളുടെ മുൻലക്കങ്ങൾ കാണാനും പുതിയവ യഥാസമയം നിങ്ങളിലേക്കെത്താനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.